കുറച്ച് സ്പൈസി ആവാനുള്ളതാണ്. എന്നിട്ട് അതിന്റെ പുറകെ മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. കഴിക്കാൻ പറ്റുന്ന ആദ്യം എരിവായ കാരണം എഴുപതൊന്നും പറയാൻ പറ്റില്ല. തിന്നാൻ പറ്റില്ല സ്പൈസി ഈറ്റിംഗ് ചലഞ്ച് ആണ് ഗൈസ്. ആരാണ് കൂടുതൽ തിന്ന് തീർക്കുന്നത് അവർക്ക് 100 രൂപയാണ് ഗൈസ് വെച്ചിരിക്കുന്നത്. ഗൈസ് ഞാനുണ്ട്, ചിന്നുണ്ട്, ഷിഫാനുണ്ട്. ഗൈസ് ഞങ്ങൾ എല്ലാവരും പാടെ നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് ഞങ്ങള് ചലഞ്ചാണ് ഗൈസ് നടക്കുന്നത്. വെള്ളം അപ്പൊ ഗൈസ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ഷിഫാനാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ സ്പൈസി കുറവായ കാരണം ഞങ്ങള് കുറച്ച് മുളക് പൊടി കുറച്ച് തോനിടും. അതാണ് ഭയങ്കര എരിവുള്ള മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. കറണ്ട് പോയി അതിന്റെ ഇടയ്ക്ക് ഇതാ ചേർത്തത്. ഞങ്ങള് ഷിഫാൻ ഉള്ളിക്കട്ട കഴിക്കുന്ന നൂഡിൽസിന്റെ എല്ലാവരും കണ്ടത് കത്തില്ല ഇട്ട് തുടങ്ങിയിരിക്കുന്നു. പാവം കുട്ടി ഇടാനുള്ള ഒരു മോഹേ പൊട്ടിച്ചിട്ടില്ല. പൊടികളൊക്കെ ഉണ്ട്. അയ്യോ ഇത് രണ്ട് പൊടി. ഇത് സാധാ മസാലയാണ്. ഇത് കുറച്ച് സ്പൈസി ആവാനുള്ളതാണ്. എന്നിട്ട് അതിന്റെ പുറകെ മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങള് അതിന്റെ അടുപ്പം മെരിഞ്ഞ് ചാവും. ഫസ്റ്റ് ആയിട്ട് എന്തൊക്കെ ഫസ്റ്റ് ആയിട്ട് 100 രൂപ. സെക്കൻഡ് ഒന്നും ഇല്ല കേട്ടോ. ഫസ്റ്റ് മാത്രമേ ഉള്ളൂ. സെക്കൻഡിന് വയറ് എരിവില്ലാത്ത കാരണം അപ്പൊ നമ്മളെ ഷിഫാനെ കൊണ്ടുപോകും, ചിന്നു കൊണ്ടുപോകും, ഞാനും കൊണ്ടുപോകുന്ന എനിക്ക് അത്ര പ്രതീക്ഷയുണ്ട്. ഇവിടെ തുടങ്ങുമ്പോഴേ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടൂല. മസാല ഉപ്പ് പിന്നെ ഇതുപോലത്തെ ഇതൊന്നും നമുക്ക് ശരിയാവില്ല. അപ്പൊ എങ്ങനെ ഈ മസാലയും എല്ലാ മസാലയും അത് കഴിഞ്ഞിട്ട് കുറെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞങ്ങൾ ഇടുന്നത്. ഇനി ഈ മസാല ഇടാണ്. അത് കഴിഞ്ഞിട്ടാണ് മുളക് പൊടി ഇടാനായിട്ട്. ഇടുന്നുണ്ടാവില്ലായിരിക്കും. മുളക് പൊടിയൊക്കെ ഫസ്റ്റ് ഇട്ടു കഴിക്കാൻ പറഞ്ഞു. ഇട്ടോടി പണിയാണ് എനിക്ക്. ഞാനും കുറച്ച് തിന്നുള്ളൂ. അപ്പൊ എല്ലാരും ഈക്വലാണ്. എല്ലാരും അതിൽ ജയിക്കുന്നവർക്ക് മാത്രമേ ക്യാഷ് ഉള്ളൂ. എല്ലാവർക്കും ഒരേപോലെ ഞാൻ ഇത്ര ഇടുന്നേ. ഫുള്ളിട്ട് എന്റെ വരെ കാരം 3 കുറച്ചായി പോയി. ഞങ്ങളുടെ ശിവാന നൂഡിൽസ് ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ 3 പേര് ഇവിടെ നൂഡിൽസ് ഇരിക്കുകയാണ് ഇങ്ങനെ. അപ്പൊ ഞങ്ങൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നൂഡിൽസ് ഒക്കെ ശിവാന നല്ല എരിവിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് പറയാ. തേങ്ങായി കൊടുക്കുന്നതായിരിക്കും. നൂഡിൽസ് ഞങ്ങളെല്ലാരും പാത്രത്തിലൊക്കെ ഇട്ടു. എനിക്ക് തോന്നണം ശിഫാനിക്ക് കുറവാണ്. നോക്ക് ആർക്ക് കുറവ് നിനക്ക് കുറവ്. അങ്ങനെ പറ്റില്ല. എല്ലാരും ഇരിക്കില്ല. ബാക്കി ഇതൊക്കെ തുടങ്ങും. ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ തേമുട്ടായി കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എരിയാണെങ്കിൽ വെള്ളം കുടിക്കാം, പിന്നെ തേൻമുട്ടായി തിന്നാം. എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫസ്റ്റ് ആരുടെ കഴിയണോ അവർക്കാണ്.
കളിക്കാൻ പറ്റുന്ന ആദ്യം എരിവായാലും എല്ലാം പറ എഴുവാനൊന്നും പറയാൻ പറ്റില്ല. ഒരു വായ കഴിച്ചിട്ടുള്ളതാണ് ചൂട് കൊണ്ട് കണ്ടാൽ ഭയങ്കര എരിവ്. ഇവിടെ ചൂട് ഇവിടെ ശിവന്റെ കഴിച്ചിരിക്കുന്നു. പക്ഷെ സൂപ്പർ ടേസ്റ്റ്. പക്ഷെ എരിവാണ്. കുഞ്ഞിന് തേൻമുട്ടായി മാത്രം തീർക്കാനാ? തേൻമുട്ടായി തീർത്താനല്ല പൈസ, തേൻമുട്ടായി തീർത്താനാണെന്നാണ് വെറുതെ. ഭയങ്കര എരിവ്. ഊതി ഊതി കഴിച്ചോ? ഊതി ഊതി കഴിച്ചോ? പിന്നെ കൂടുതൽ വെള്ളം കുടിച്ചാൽ കഴിക്കാൻ പറ്റില്ല. എന്താണ് ശുഭമോളെ? അയ്യോ ഇതാരാണിത്? കഴിയാനായി ഷിഫാനയുടെ കഴിയാനായി. ഓ ചിന്നു ഷിഫാന വാശിയിലാണ്. പറയേ ഓ വാശി വാശി വാശി. കൈ കൊണ്ട് ഉരുട്ടി വായിലേക്ക് വെക്കടി ചിന്നു. ഇതില്ലല്ലോ അപ്പൊ ഒന്ന് സപ്പോർട്ട് തന്നെ ചെയ്തോടെ. ജയിച്ചതൊക്കെ എരിവ് കാരണം കഴിക്കാനും പറ്റില്ല. പ്രാവശ്യം തിന്നെ തോറ്റു അല്ലെങ്കിൽ ചിന്നായിരുന്നു ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. കൂടുതൽ തോന്നുന്നു കേട്ടോ. അതുകൊണ്ടൊക്കെ കഴിക്കാൻ പറ്റത്ത്. പിന്നെ എല്ലാവർക്കും ഒരേപോലെ ബാക്കിയുള്ളൂ. ചലഞ്ച് നിങ്ങൾ ഇത് തിന്നണ ചലഞ്ചായിരുന്നേ.